നമുക്കൊന്ന് വീശി നോക്കാം, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. വല കെട്ട് വെച്ചു. എടുത്തോ. ഇതാ കണ്ടില്ലേ പടക്കണ മീനിൽ തിലാപ്പിയ കണ്ടോ? ഇത് നമ്മുടെ നാടൻ തിലാപ്പികൾ. ഇപ്പോൾ നാച്ചുറൽ ബ്രീഡായിട്ട് ഇതിൽ തന്നെ നമ്മൾ ഫീഡ് കൊടുത്ത് വലുതാക്കി എടുക്കുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മാസം പ്രായം, 250-300 ഗ്രാം ഉണ്ട്. 6 മാസമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും 1 കിലോ താഴെ ഉണ്ടാവും. തിലാപ്പിയ എല്ലാവരും ചോദിച്ച് മേടിക്കുന്നുണ്ട്. ടേസ്റ്റാണ്, ഗുണകരമാണ്. മറ്റുള്ള മീനുകളെ പോലെയല്ല. ഇപ്പോൾ 200 രൂപയുടെ ചാള മേടിച്ച് കഴിഞ്ഞാലേക്കും 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 വല്ലേ 250 ഗ്രാമുള്ള 5 തിലാപ്പിയ കിട്ടും. എല്ലാവർക്കും തിലാപ്പിയ മതി. തിലാപ്പിയാണ് തിരക്കി വരുന്നത്. അത് ഏറ്റവും കൂടുതൽ ഹോട്ടലിൽ വരുന്ന ഹോട്ടലുകാരും ഷാപ്പുകാരുമാണ് മെയിനായിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരക്കി വരുന്നത്. എല്ലാവരും എല്ലാ ഇതുകൊണ്ടും അനുയോജ്യമായ തിലാപ്പിയാണ്. ഇതൊക്കെ ഈ മീനൊക്കെ എന്ന് പറയുമ്പോഴേക്കും 1 മാസം കൂടി കഴിയുമ്പോൾ 1/2 കിലോയാണ്. ഇതിപ്പോൾ 200-250 ഗ്രാം ഉണ്ട്. ഇത് നമ്മുടെ നാടൻ തിലാപ്പിയൻ. ഇത് നാച്ചുറലായിട്ട് ബ്രീഡായി ഇവിടെ ഉണ്ടാകുന്ന തിലാപ്പിയൻ. ഇതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇത് നമ്മളിട്ടതിൻ്റെ ഗിഫ്റ്റ് വിരിഞ്ഞിട്ട് ഇവിടെ നാച്ചുറലായിട്ട് ബ്രീഡായി വരുന്ന ഗിഫ്റ്റിൻ്റെ സീഡാണിത്. സീഡ്സ് ആർക്ക് വേണമെങ്കിലും ഏത് സീഡ്സും ഏത് സമയത്തും അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും സ്പോട്ട് ഡെലിവറി ആണെങ്കിൽ അവിടെ കൊടുക്കും. കോഴിക്കോട് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സീഡ്സ് കൊടുക്കുന്നുണ്ട്. അത് കരിമീൻ കുഞ്ഞാണ്. കുളത്തിലിടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലും നമ്മൾ സ്പോട്ട് ഡെലിവറി കൊടുക്കാറുണ്ട്. നമ്മൾ ഒരു കർഷകന് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഏത് വെള്ളമാണ്, ഇപ്പോൾ ബ്രാക്കിഷ് വാട്ടറാണോ സലൈൻ വാട്ടറാണോ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ pH-ഉം സലൈനിറ്റിയൊക്കെ നോക്കിയിട്ടാണ് ഓരോ മീനുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സലൈൻ വാട്ടറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ ഫിഷുകൾ നമ്മൾ അവർക്ക് കൊടുക്കും. ഫ്രഷ് വാട്ടർ ആണെങ്കിൽ അത് കൊടുക്കും. നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു കർഷകരെ നമ്മൾ പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന രീതിയിൽ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേക്കും 1 ഏക്കർ ശരിക്കും നിലമുള്ള ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും ഉദാഹരണം തിലാപ്പിയ കൃഷി ഒരു 5000 കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 4 മാസം കൊണ്ട് 1.5 ടൺ ഫിഷ് പിടിച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. 1.5 ടൺ ഫിഷ് തിലാപ്പിയ എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപ കർഷകന് കിട്ടും. എക്സ്പെൻസ് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ 1 ഏക്കറിൽ നിന്നും അയാൾക്ക് വരുമാനമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ പൂമീൻ, തിരുത, കടമ്പ്, കരിമീൻ, തിലാപ്പിയ ഫിഷിൽ, പ്രോൺസിൽ ടൈഗർ, പിന്നെ ഇൻഡിക്രാസ്, ഇത് രണ്ടും. പിന്നെ നാച്ചുറലായിട്ട് കയറുന്ന ചെറിയ ചെമ്മീൻ എന്ന് പറയുന്ന, അതായത് ഈ കൃഷി കഴിഞ്ഞിട്ട് ഒരു നെല്ലും ഒരു മീനും പദ്ധതി പ്രകാരം നെൽകൃഷിയുടെ സമയം കഴിയുമ്പോൾ അന്ധകാരനഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു ജലം ഈ വടക്കോട്ട് വരുന്ന പുഴകളിൽ വരുന്ന വെള്ളം നമ്മൾ ഈ നെൽകൃഷിയുടെ പാടങ്ങളുടെ എല്ലാ സ്ലുവീസുകളും തുറന്ന് വയ്ക്കുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് അതിനകത്ത് നിന്ന് കയറുന്ന നാരിനും തെള്ളിക്കൊന്നും കണക്കില്ല. അത് സുലഭമായിട്ട് ഇതിനകത്തുണ്ടാകും. അത് നമ്മൾ ഒരു 1.5 മാസം ഒരു വെള്ളം കയറ്റി കഴിയുമ്പോൾ 1.5 മാസം കഴിഞ്ഞ് ഈ സ്ലുവീസിൻ്റെ അവിടെ വല കെട്ടി 1 മാസം ഏകദേശം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ്. ഒരുപാട് തൊഴിലാളികൾക്കും പണി കിട്ടും. ഇതെല്ലാം ഹാർവെസ്റ്റിംഗ് നടത്തുന്നതും ഇവിടെയുള്ള തൊഴിലാളികളാണ്. ബീച്ച് വല ഉപയോഗിച്ചും വട്ടവല ഉപയോഗിച്ചൊക്കെ ഇത് പിടിച്ച് നമുക്ക് തരുന്നത്. ബാബാ കാണിച്ചു തരാം, പോരെ? ചിലപ്പോൾ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഹാർവെസ്റ്റിങ് കഴിഞ്ഞിട്ട് ബാക്കി കിടന്ന മീനുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ വല വീശി കഴിഞ്ഞാൽ പൊങ്ങില്ല. 2 പേര് വേണം വല പിടിച്ച് കയറണമെങ്കിൽ. ഇപ്പോൾ ഇത് നമ്മൾ നാച്ചുറലായിട്ട് കിടക്കുന്നതാണ് വീശി കാണിക്കുന്നത്. നമ്മൾ സീഡ്സ് ഇട്ട് ഇതിനകത്ത് ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വല ഇതുപോലെ വീശി കഴിഞ്ഞാൽ 2 പേര് പിടിക്കണം ഇത് കരയിലോട്ട് കയറണമെങ്കിൽ. നമ്മളിവിടെ ഇതിനകത്ത് ഒരു നെല്ലും ഒരു മീനും പദ്ധതി പ്രകാരം മുമ്പ് ചെയ്തിരുന്നാൽ നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴയിൽ നിന്നും ഒരു ജലം കയറ്റി ഒരു ജലം മീനുകളാണ് ഇവിടെ വളർത്തുന്നത്. അത് നമ്മൾ കൂടുതൽ ഇടുന്നത് നാരനും കാര ഇനത്തിൽപ്പെട്ട ചെമ്മീനുകളും പൂമീൻ, തിരുത, കരിമീൻ ഇങ്ങനെയുള്ള ഫിഷുകളും നമ്മൾ ഇതിനകത്ത് ഇറക്കി കൊടുക്കും. അതാണ് നമ്മളിവിടെ മെയിനായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നത്. തൊഴിൽ സാധ്യതകളും ഏറെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടാണ് നമ്മുടെ ഈ എറണാകുളം ജില്ലയും ആലപ്പുഴ ജില്ലയിലും കോസ്റ്റൽ മേഖലയിൽപ്പെടുന്ന പാടശേഖരങ്ങൾ. നമ്മളിപ്പോൾ പറയുന്ന ആന്ധ്രയിൽ നിന്ന് വരുന്ന വനാമി ചെമ്മീൻ തിരക്കി നമ്മൾ ആന്ധ്ര വരെ പോകേണ്ട കാര്യമില്ല. ഈ 6000 ചില്ലാന ഏക്കർ വരുന്ന ഏക്കറിൽ നമുക്ക് ചെയ്താൽ ഇവിടെയുള്ള കേരളത്തിലുള്ള കംപ്ലീറ്റ് ഫീലിംഗ് ഷെഡുകാർക്കും ഈ ചെമ്മീൻ കൊടുക്കാൻ കഴിയും. ഒരു ഫാം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ പണി, അവിടുത്തെ മീൻപിടുത്തം, ഇതിൻ്റെ മാർക്കറ്റിംഗ്, ഇതെല്ലാം ഇവിടെയുള്ള ജനങ്ങളിലും കൂടി പങ്കാളിത്തം വഹിക്കുന്നതാണ്.
അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ പറയുന്ന ഒരു 10-16 വർഷമായിട്ട് നെൽകൃഷി ഇല്ലാത്തത് കൃഷി വൻ പരാജയമായതുകൊണ്ടാണ്. കൃഷിക്ക് വേണ്ട സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള ആവശ്യങ്ങളോ ഇവിടെ ക്രമീകരിക്കാൻ ഗവൺമെൻറ് കഴിയില്ല. കാര്യം ജൂൺ ജൂലൈയിൽ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൃഷി നടക്കില്ല, അത് മസ്റ്റ്. അപ്പോൾ ഈ ജൂൺ ജൂലൈയിലുള്ള മഴയെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ഈ നെൽകൃഷി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കൃഷിക്ക് ആവശ്യമായ ശുദ്ധജല മാർഗ്ഗങ്ങൾ ഇവിടെ ഇല്ല. അതായത് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റും ആലപ്പുഴ ഡിസ്ട്രിക്റ്റും കോസ്റ്റൽ മേഖലയിലുള്ള ഈ 6240 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഈ പറയുന്ന പാടങ്ങളുടെ 4 ചുറ്റുപാടും ഒരു ജലമാണ്. അത് ജൂൺ ജൂലൈയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സലൈൻ വാട്ടർ എല്ലാം കയറി പാടങ്ങളെല്ലാം മുങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. അത് പമ്പ് ചെയ്ത് വരുമ്പോൾ ഓഗസ്റ്റ് ആകും. ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ മഴയും കിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇവിടെ കൃഷി? അപ്പം കർഷകർക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയോജനമാകുന്നത് ഈ പറയുന്ന മീൻ കൃഷിയും ചെമ്മീൻ കൃഷിയുമാണ്. അതിന് ഈ കോസ്റ്റൽ മേഖലയിലെ ഈ പാടങ്ങൾ ഗവൺമെൻറ് ആണെങ്കിലും പാടെ ഒഴിഞ്ഞിട്ട് ഇവിടെ വേണ്ട എന്താണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു രീതി ഉണ്ടാക്കിയെടുക്കണം. അതിനിപ്പോൾ നമ്മൾ ഒരുപാട് ഫിഷസ് അഡാക്കുണ്ട്, MBD ഉണ്ട്, CMFRA ഉണ്ട്, ഇവരൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. അതിനൊക്കെ സെമിനാറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവരും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഈ നാട്ടിൽ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നത് ഈ ചെമ്മീൻ 1 ഏക്കറിൽ ഒരു കൃഷി പാടത്തിറക്കി കഴിഞ്ഞാൽ ഇതിവിടെ വല കെട്ടിയോ അല്ലെങ്കിൽ മറ്റു ഒരു കർഷകന് സ്വന്തമായിട്ട് പിടിക്കാൻ പറ്റില്ല. എല്ലാം പബ്ലിക്കായിട്ടുള്ള തൊഴിലാളികൾ വന്നിട്ട് അവർക്ക് അതിൻ്റെ ഒരു വിഹിതം കൊടുക്കും. അപ്പോൾ അതുമൂലം ഒരുപാട് തൊഴിൽ സംരംഭങ്ങളോട് നേടിയെടുക്കും. കാര്യം ഈ ചെമ്മീൻ നമ്മൾ കൊണ്ടുവന്നിട്ടു, അത് പിടിച്ച് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു, അടുത്തുള്ള പീലിംഗ് ഷെഡിൽ പോയി അവിടെയുള്ള തൊഴിലാളികൾക്ക് പണി കിട്ടി, അത് കൊണ്ടുവന്ന വണ്ടിക്കാരന് പണി കിട്ടി, ഐസ് പ്ലാന്റിൽ വന്ന് ഐസ് എടുക്കുന്നവർ. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു ഫാമിലി നിന്ന് ഭാഗികമായിട്ട് എല്ലാം വേണ്ടവർക്ക് എല്ലാവർക്കും ക്ലിയറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുകൊണ്ട് ജീവിച്ചു പോകാം.